Hi dear students, how are you all? Hope all of you are keeping well. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ പഠിച്ച ഗ്രാമർ പാർട്ട് നിങ്ങൾ ഒരുപക്ഷെ അത് മനസ്സിലാക്കിയിരിക്കും. I hope you have learned what is a phrase, what is a clause, and what is subject and what is predicate. And you might have done the exercise. ഇവിടെ തന്ന എക്സസൈസും നിങ്ങൾ ചെയ്തു നോക്കിയെന്ന് ഞാൻ കരുതുന്നു. And it was very simple. So let us continue our learning of grammar. So I'm not going to make big videos. വലിയ വീഡിയോസ് ഒന്നും ഉണ്ടാക്കിയിടുന്നില്ല, ചെറിയ വീഡിയോസ് ആണ് ഇടുന്നത്. ചെറിയൊരു ടോപ്പിക്ക് മാത്രമേ ഒരു ദിവസം നിങ്ങൾക്ക് തരുന്നുള്ളൂ. ബിക്കോസ് ഇറ്റ് ഈസ് വെക്കേഷൻ. ഐ നോ ഓൾ ഓഫ് യു ആർ want to go out and play, but it is not possible. പുറത്തു പോയി കളിക്കണം എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അതിന് സാധിക്കുന്നില്ല. അതിൻ്റെ കൂടെ വലിയ വീഡിയോസ് കാണാനുള്ള ക്ഷമയൊന്നും കാണില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വീഡിയോസാണ്, ചെറിയ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സോ ലെറ്റ് us begin today's lesson. So let us move to the first. I welcome all of you to day 2. Day 2 means it can be after day 2 or 3. ഒരു ദിവസം താമസിക്കാൻ, 2 ദിവസം താമസിക്കാൻ, but we will continue as day 2. And what I want to give you today is about sentence. We know whatever we speak, whatever we write, whatever we express, we do as a sentence. ഏത് ഭാഷയിലാണെങ്കിലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മളൊരു വാക്യമായിട്ട്, ഒരു സെൻറ്റൻസ് ആയിട്ടാണ് നമ്മളെപ്പോഴും പറയുക, ഒരു വാചകമായിട്ടാണ് നമ്മൾ പറയുക. സോ ദാറ്റ് ഈസ് എ വെരി ബേസിക് എലമെന്റ് ഓഫ് എനി ലാംഗ്വേജ്. ആൻഡ് വി ലേൺ എ ലാംഗ്വേജ് ടു മേക്ക് ഗുഡ് സെൻറ്റൻസസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us know what is a sentence. So what is a sentence? Sentence is a group of words which makes complete sense. When we learned phrase and clause, we have seen that phrase is a group of words which does not make complete sense. Clause also a group of words which is a part of a sentence and make sense. They are not independent. അവർക്ക് സ്വന്തമായിട്ട് നിന്നാൽ പൂർണ്ണമായ അർത്ഥം ഒരിക്കലും ലഭിക്കുകയില്ല. എന്നാൽ സെന്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് കംപ്ലീറ്റ് സെൻസ്. നമുക്ക് പൂർണ്ണമായ അർത്ഥം നൽകുന്ന വാക്കുകളുടെ കൂട്ടമാണ്. ആ സെന്റൻസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അർത്ഥം നമുക്ക് ലഭിക്കും. സോ ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് എ സെന്റൻസ്. Now let us move and see maybe few examples of sentence. Amal is my best friend. Amal is my best friend. Complete. We get the meaning. Amal എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. She speaks good English. അവൾ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കും. നമുക്ക് പൂർണ്ണമായ അർത്ഥം കിട്ടുന്നുണ്ട്, അല്ലേ? So that is what we call a sentence, a group of words that gives you complete meaning. Now let us see, all sentences are not the same. നമ്മളെപ്പോഴും ഒരേപോലത്തെ സെന്റൻസുകളാണ് സംസാരിക്കുക. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെന്റൻസുകളുണ്ട്. So let us see what are the different types of sentences. First we will learn the names, then we will go detail. നമ്മൾ ആദ്യം അതിൻ്റെ പേരുകൾ പഠിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകും. First one is assertive or declarative sentences. Second, interrogative sentences. Third, imperative sentences. And exclamatory sentences. Assertive or declarative sentences, interrogative sentences, imperative sentences, and exclamatory sentences. You might have heard these types of sentences. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും തീർച്ചയായിട്ടും. എങ്കിലും ഒന്നുകൂടി നമുക്ക് അത് റിഫ്രഷ് ചെയ്തെടുക്കാം. So let us move to the first one, that is assertive sentences, or we call it declarative also. Declarative sentences എന്നും പറയാറുണ്ട്. What is an assertive sentence? An assertive sentence makes a statement or assertion. What do you mean by a statement or an assertion?
ഒരു പ്രസ്താവനയോ ഒരു കാര്യം ശരിയാണെന്നോ ഒരു പ്രസ്താവനയോ ഒക്കെ നടത്തുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾക്കാണ് നമ്മൾ എന്ത് പറയുക, അസർട്ടീവ് സെൻറ്റൻസ് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനാണ് അല്ലെങ്കിൽ സെൻറ്റൻസിനാണ് നമ്മൾ അസർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയാം. ഇറ്റ് കുഡ് ബി അഫർമേറ്റീവ്, അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആയിരിക്കാം, അല്ല അഫർമേറ്റീവ് സെൻറ്റൻസ് ആയിരിക്കാം, ഓർ ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ് സെൻറ്റൻസ്. നമ്മൾ പ്രസ്താവനകൾ നടത്താറുണ്ട്, നമ്മൾ പല കാര്യങ്ങൾ പറയാറുണ്ട്, അത് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം. ലെറ്റ് us see some examples of it to make it clear what is an affirmative sentence. Let us see an example. She speaks good English. അവൾ നന്നായി ഇംഗ്ലീഷ് പറയും. അഫർമേറ്റീവ്, പോസിറ്റീവ്. അതിന്റെ നെഗറ്റീവ് എങ്ങനെയായിരിക്കും? ലെറ്റ് us see what would be the negative. She doesn't speak good English. അവൾ നന്നായി ഇംഗ്ലീഷ് പറയും, നന്നായി ഇംഗ്ലീഷ് പറയില്ല. ഇല്ല എന്ന് പറയുമ്പോൾ നെഗറ്റീവ്, പറയും എന്ന് പറയുന്നത് പോസിറ്റീവ്. സോ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെന്റൻസ്. ലെറ്റ് us see one more example. They arrived on time. അവർ കൃത്യമായ സമയത്ത് എത്തിച്ചേർന്നു. നെഗറ്റീവായിട്ട് എങ്ങനെ പറയാൻ പറ്റും? കൃത്യമായ സമയത്ത് എത്തിച്ചേർന്നില്ല. സോ they didn't arrive on time. So positive sentence and negative sentence. Affirmative sentence, negative sentence. I think it is very clear. Assertive or declarative sentence, it has got two types. That is an affirmative, which states a positive statement. Negative sentence, which gives a negative idea or negative term. Or no, not എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന രീതിയിൽ ആണത് വരിക. I think it is clear. Let us move to the next type of sentence. That is interrogative sentences. Interrogative. ആ വാക്ക് നിങ്ങൾ പലപ്പോഴും കേട്ടോ, ഇൻറ്ററോഗേഷൻ. പോലീസ് ഇൻറ്ററോഗേഷൻ നടത്തി, ഇൻറ്ററോഗേഷൻ. സോ വാട്ട് യു മീൻ interrogative sentence? An interrogative sentence asks a question. ചോദ്യം ചോദിക്കുന്ന സെന്റൻസ്. നമ്മളെപ്പോഴും സാധാരണ പ്രസ്താവനകൾ മാത്രമല്ല, ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അല്ലേ? സുഖാണോ? എവിടെ പോയി? എന്താ പേര്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ സംസാരത്തിൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സെന്റൻസുകൾക്കാണ് നമ്മൾ ഇൻറ്ററോഗേറ്റീവ് സെന്റൻസുകൾ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ആൻ ഇൻറ്ററോഗേറ്റീവ് സെന്റൻസ്. ഇറ്റ് ആസ്ക് എ ക്വസ്റ്റ്യൻ. യു സീ സം എക്സാമ്പിൾസ്. വാട്ട് ഈസ് യുവർ നെയിം? നിങ്ങളുടെ പേരെന്താണ്? ചോദ്യമാണ് അല്ലേ? ആൻഡ് ഡു യു നോ ഹിം? നിങ്ങൾക്ക് അവനെ അറിയാമോ? So how can we identify an interrogative sentence? An interrogative sentence is always followed by a question mark. ഈ ചിഹ്നം അല്ലേ? ഇപ്പോൾ ഒരു ചോദ്യചിഹ്നം അതിൻ്റെ പുറകിലുണ്ടാവും. നമ്മൾ ഈ കണ്ട ചോദ്യങ്ങളിലെല്ലാം ഒരു ചോദ്യചിഹ്നം അവസാനം. So that is why how we can identify interrogative sentence. And what is the next type of sentence? It is called the imperative sentences. Imperative. What is the meaning of imperative? An imperative sentence expresses, first of all, a command, ഒരു ആജ്ഞ, a request, ഒരു അഭ്യർത്ഥന, a piece of advice, ഒരു ഉപദേശം. ഓക്കെ, നമ്മുടെ സംസാരത്തിൽ ഇതൊക്കെ വരുന്നുണ്ട്. നമ്മൾ കമാൻഡ് ചെയ്യും, നമ്മൾ റിക്വസ്റ്റ് ചെയ്യും, നമ്മൾ ഉപദേശങ്ങൾ കൊടുക്കും. എ സജഷൻ, സജഷൻ ഒക്കെ വരുന്നത്, എ പീസ് ഓഫ് അഡ്വൈസ്, എ സജഷൻ, ഇതെല്ലാം വരുന്നത് imperative sentenceകളിലാണ്. So that is what we call an imperative sentence. എന്തൊക്കെയാണ് ഇതിൽ വരുന്നത്? എ കമാൻഡ്, റിക്വസ്റ്റ്, പീസ് ഓഫ് അഡ്വൈസ്, എ സജഷൻ. ലെറ്റ് us move to some examples of it. നമുക്ക് ചില എക്സാമ്പിൾസ് കാണാം. Go to a class. ക്ലാസ്സിലേക്ക് കയറിപ്പോ. നമ്മൾ പുറത്തൊക്കെ സ്കൂളിൽ പുറത്തൊക്കെ നടക്കുമ്പോൾ ടീച്ചേഴ്സ് പറയുന്നത് go to a class. That is an imperative sentence. Please give me a pen. ക്ലാസ്സിൽ കൂട്ടുകാരോട് ചോദിക്കാറുണ്ടല്ലേ, ഒരു പേന തരാമോ? Give me a pen. Please give me a pen. So it's a request. Oh God help me. ഒരു prayer അല്ലേ? Let him rest please. ഒരു സജഷൻ. ഒരാൾ പറയാണ് പ്ലീസ് അവൻ കിടന്ന് ഇച്ചിരി ഉറങ്ങിക്കോട്ടെ, റെസ്റ്റ് എടുത്തോട്ടെ. സോ ഈ രീതിയിലുള്ള എല്ലാമാണ് നമ്മൾ എന്ത് പറയുക, ഇമ്പരറ്റീവ് അഭ്യർത്ഥനകൾ ഒക്കെ നമ്മൾ പറയുന്നത് അതാണ്. Let's move to the next type of sentence. Exclamatory sentences. Exclamatory sentences. An exclamatory sentence expresses strong and sudden feelings. പെട്ടെന്നുണ്ടാകുന്ന
വികാരങ്ങൾ, സ്ട്രോങ് ആയിട്ടുള്ള വികാരങ്ങളൊക്കെ നമ്മൾ അതുകൊണ്ട് അല്ലേ നമ്മൾ സാധാരണ പ്രസ്ഥാനങ്ങൾ പറയുകയല്ല, ചോദ്യങ്ങൾ ചോദിക്കുകയല്ല, അപേക്ഷകളോ ആജ്ഞകളോ ഒന്നും കൊടുക്കുകയല്ല. ചിലപ്പോൾ നമ്മൾ പെട്ടെന്നുണ്ടാകുന്ന വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന ചില സെൻറ്റൻസുകൾ വരാറുണ്ട്. എക്സാമ്പിൾസ്: ഹൗ കോൾഡ് ദ നൈറ്റ് ഈസ്. ഓ, ഈ രാത്രി എന്ത് തണുപ്പാണ്. അതൊരു നമ്മുടെ ഒരു പെട്ടെന്നുണ്ടായ ഒരു സഡൻ ഫീലിംഗ് നമ്മളവിടെ എക്സ്പ്രസ് ചെയ്യാണ്. വാട്ട് എ ഷെയിം. ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞപ്പോൾ നാണക്കേടായിപ്പോയി. സോ that is what we call an exclamation. Okay, and how can we identify an exclamatory sentence? So exclamatory sentence എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? It is always followed by an exclamation mark. എപ്പോഴും അതിൻ്റെ ഒപ്പം ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടായിരിക്കും. ഈ ചിഹ്നം, ആശ്ചര്യ ചിഹ്നം എന്ന് പറയുന്ന ഈ ചിഹ്നം ഉണ്ടായിരിക്കും. That is what we call an exclamation mark. Okay, so what you have learned today in this small video, we learned a big thing. 4 types of sentences. Okay, let us just recall to our mind what we learned today. First, assertive or declarative sentence. അതെന്താണെന്ന് കണ്ടു. Assertive or declarative sentence making a statement or an assertion. ഒരു സ്റ്റേറ്റ്മെന്റ് assertion ഉണ്ടാക്കുന്ന declarative sentence. Second, we learned an interrogative sentence which asks a question. ഒരു ചോദ്യം ചോദിക്കുന്ന sentence interrogative sentence. മൂന്നാമതായിട്ട് imperative sentences, a command or a request or a prayer or a suggestion, a piece of advice. ഇതെല്ലാം തരുന്ന imperative sentences. നാലാമതായിട്ട് നമ്മൾ കണ്ടു exclamatory. We have seen in 4th exclamatory sentences that expresses a sudden feelings or a strong feelings. Okay, so please keep bring it. Please learn. I'm not giving you big works, only a small videos, so that you may watch for some time and you may just note down, then you make it thorough ആയിട്ട് പഠിക്കുക. അത് തറവാകട്ടെ മനസ്സിൽ. ഇനി നമുക്ക് ഇതൊന്നും പഠിക്കാനുള്ള ഒത്തിരി സമയങ്ങളില്ല. സോ ഈ വെക്കേഷൻ നമുക്കത് ഫ്രൂട്ട്ഫുള്ളായിട്ട് ഉപയോഗിക്കാം. ഞാൻ നിങ്ങൾക്ക് ചില എക്സസൈസുകൾ ഇവിടെ തരുന്നുണ്ട്. എക്സസൈസ് വാട്ട് യു ഹാവ് ടു ഡു ഈസ് യു റീഡ് ദ സെൻറ്റൻസസ് ആൻഡ് ഐഡൻറ്റിഫൈ ദ ടൈപ്സ്. ഒരു സെൻറ്റൻസ് കണ്ടാൽ അത് ഏത് ടൈപ്പ് സെൻറ്റൻസ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. That's so I am giving you some works here. You can just scroll your video and see it. Give me your book, please. How dangerous the climb is. Do you know Hari? Sadish rides bike. Shut up and sit down. Okay. And some more exercises. Maybe 10 exercises I am giving you here. So you can just through the video. You can pause your video and write and take. Video pause ചെയ്ത് എഴുതിയെടുക്കാം. എഴുതിയെടുത്ത ശേഷം നിങ്ങൾക്കത് കണ്ടുപിടിക്കാം. അതിൻ്റെ മനസ്സിൽ തറവാക്കാം എന്താണ് ഹൗ മെനി ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്. ഒരു സെൻറ്റൻസ് കണ്ടാൽ എന്ത് ടൈപ്പ് സെൻറ്റൻസ് ആണെന്ന് തിരിച്ചറിയാൻ സാധിക്കണം. ദാറ്റ് ഈസ് വെരി നെസസറി വെൻ യു ലേൺ ഫർദർ ഗ്രാമർ. സോ വി വിൽ സീ യു ടുമോറോ വിത്ത് ദ നെക്സ്റ്റ് സെഷൻ ആൻഡ് വി വിൽ ലേൺ മോർ അബൌട്ട് മേ ബി പാർട്സ് ഓഫ് സ്പീച്ച്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. So first you should know the basic things like a sentence, phrase, clause. That's what I thought. So take care. Thank you for watching this video and we will meet in the next session. Till then, bye.